മാതാവേ നന്ദി. എൻ്റെ പേര് ആൻസി വത്സൻ. ഞാൻ വരുന്നത് തൃശ്ശൂർ കൊടകര ഭാഗത്ത് നിന്നാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഒരു വർഷമായിട്ട് കാത്തു നിൽക്കുന്നതാണ് ഈ ആൾത്താരയിൽ മാതാവിൻ്റെ ഒപ്പം ഇവിടെ വന്ന് നിന്ന് മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനായിട്ട്. ഇത് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോയെന്ന് സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് വിശ്വസിക്കുന്നുണ്ട് പറയാൻ പറ്റുമെന്ന്. കുറച്ച് വോക്കൽ കോഡിന് ചെറിയൊരു നീര് വന്നിരിക്കുക. അപ്പോൾ ഒത്തിരി നേരം നിന്ന് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടായിരിക്കും. പറയാൻ പോകുന്നത് മാതാവിനെ കുറിച്ചാണ്. ഞാനിവിടെ വരുന്നത് 2022 ജനുവരി 8-നാണ്. അത് വരാനുണ്ടായ സാഹചര്യം എല്ലാവരെ പോലെ തന്നെ എനിക്കും അബ്രോഡ് പോയിട്ട് ഞാനൊരു നഴ്സാണ്. അപ്പോൾ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ നാൾ ഗ്യാപ്പൊക്കെ വന്നു. അങ്ങനെ ആ സ്വപ്നം എനിക്ക് അത്ര ഇങ്ങോട്ട് പൂർത്തീകരിക്കാനോടൊന്നും സാധിക്കാതെ നിൽക്കായിരുന്നു. പല ജോലികളിലൂടെ കടന്നുപോയി. അതിലൊന്നും വിജയിക്കാനൊന്നും അധികം പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിലേറ്റീവ്സിൻ്റെ ജർമ്മനിയിൽ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ അവിടെ എക്സ്പീരിയൻസിനൊന്നും ആവശ്യമില്ല, അങ്ങോട്ടേക്ക് നമുക്ക് നോക്കാമെന്ന് പറയുന്നത്. അപ്പോൾ വേഗം ചാടിക്കയറി സമ്മതിച്ച് ഒന്നും ആലോചിക്കേണ്ട വന്നില്ല. കാരണം നല്ല സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കാമെന്ന് വിചാരിച്ച് ജർമ്മൻ പഠനം ഞാൻ ജൂൺ 15, 2021 ആരംഭിച്ച് ഒരു മാസം കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റാത്ത ഭാരമാണ്. ഇതെനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പൊന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒട്ടും കാണാത്ത ഒരു ഭാഷ. ഇംഗ്ലീഷ് ആയിരുന്നു എങ്കിൽ പിന്നെ നോക്കായിരുന്നു. ഇത് ജർമ്മൻ ഒട്ടും. നേരത്തെ കൂടി ഒരു ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. നല്ല ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. അപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്കിലെ യൂട്യൂബിൽ കൂടെയൊക്കെ ഇവിടെ കൃപാസനത്തിൻ്റെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും അച്ഛമ്മയുടെ പ്രസംഗങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിരുന്നില്ല. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിലൊരു മാതാവ് എനിക്ക് അപ്പോഴാണ് സമയം തന്നത്. അപ്പോൾ ആ മാതാവിന് വേണ്ടിയിട്ട് ഞാൻ ജനുവരി 8, 2022 ഇങ്ങോട്ടേക്ക് വന്നു. ഉടമ്പടി എടുക്കാൻ പറ്റി. അന്നു മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുമാതിരി പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളും 2 ആഴ്ചയിൽ കുമ്പസാരിക്കേണ്ട കാര്യങ്ങളും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും മെഴുകുതിരി കത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ. ഇനി 2 കാര്യം ബാക്കി നിൽക്കേണ്ടത് ഞാൻ പറയാം.